പ്രൈസ് ദ ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കുവയ്ക്കപ്പെടുന്ന ദൈവവചനം നിങ്ങളിൽ ശക്തിയായി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ശക്തിയായി നിറയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പേജ് ഫോളോ ചെയ്യുകയും സാധിക്കുന്നവരിലെല്ലാം മാക്സിമം ആൾക്കാരിൽ ഈ വചനം എത്തിച്ചു കൊടുക്കാനും ഞങ്ങളെ സഹായിക്കണമെന്ന് കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് പങ്കുവയ്ക്കുന്ന ദൈവവചന ഭാഗം വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ നാം ഇപ്രകാരം വായിക്കുന്നു: കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല. ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്. അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. കർത്താവാണ് എൻ്റെ ഓഹരി, അവിടുന്നാണ് എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഇന്ന് ഈ വചനം പറയുമ്പോൾ, നിങ്ങളിത് കേൾക്കുമ്പോൾ, നമ്മളിൽ ചിലരെങ്കിലും പല സാഹചര്യങ്ങളിലൂടെയും അലച്ചിലിൻ്റെയും കഷ്ടതയുടെയും സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവാം. ജെറമ്യാ പ്രവാചകൻ പറയുന്നത് പോലെ, അലച്ചിലിൻ്റെയും കഷ്ടതയുടെയും ഓർമ്മ എന്നിൽ കൈപ്പേറിയ വിഷമാണ്. അതിനെക്കുറിച്ച് നിരന്തരം ചിന്തിച്ച് എൻ്റെ മനം തകരുന്നു. ഈ അവസ്ഥയിലൂടെ ആവാം കടന്നു പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഈ നിമിഷം കർത്താവിൻ്റെ പുതിയ സ്നേഹം, അസ്തമിക്കാത്ത സ്നേഹം, ഓരോ പ്രഭാതത്തിലുമുള്ള പുതിയ സ്നേഹം, ഉന്നതമായ വിശ്വസ്തത നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്നു. നാം ഹൃദയം തുറന്ന് ഈ വചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ, കർത്താവിൻ്റെ സ്നേഹത്തെ സ്വീകരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ശക്തിയാൽ നാം നിറയുന്നു. ദുഃഖവും നിരാശയും മനം തകർന്ന അവസ്ഥയുമെല്ലാം യേശുനാമത്തിൻ്റെ ശക്തിയാൽ, പുതിയ സ്നേഹത്തിൻ്റെ ശക്തിയാൽ, വചനത്തിൻ്റെ ശക്തിയാൽ നമ്മളിൽ നിന്ന് മാറിപ്പോകും. ഇപ്പോൾ ഈ വചനം വിശ്വസിച്ച് നാം ഹൃദയത്തിൽ സ്വീകരിക്കുമെങ്കിൽ നമ്മളിൽ ഈ അത്ഭുതം സംഭവിക്കും. ഇങ്ങനെയൊരു സൗഖ്യവും വിടുതലും ദൈവത്തിലുള്ള സ്വാതന്ത്ര്യവും സ്നേഹവും നാം ഓരോരുത്തരിലും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വചനത്തിൻ്റെ ശക്തിയാൽ നാം എല്ലാവരും നിറയട്ടെ. ആമേൻ.